കുടുംബ പ്രേക്ഷകരിലെ തിയേറ്ററിലേക്ക് എത്തിക്കുന്ന ഏറ്റവും അറിയപ്പെടുന്ന നടനാണ് ദിലീപ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ജനപ്രിയ നടൻ എന്നറിയപ്പെടുന്നതും. അദ്ദേഹത്തിന്റെ ഈ അടുത്തായി ഇറങ്ങിയ സിനിമകൾ വൻ പരാജയമായിരുന്നുവെങ്കിലും ഏവറേജ് റിപ്പോർട്ട് കിട്ടിയ വോയിസ് ഓഫ് സത്യനാഥൻ എന്ന സിനിമ ഇതിന് ഉദാഹരണമാണ്. കാരണം ഏവറേജ് റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം കുടുംബ പ്രേക്ഷകരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ വോയിസ് ഓഫ് സത്യനാഥൻ എന്ന സിനിമ ഹിറ്റ് നേടിയെടുത്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഫാമിലീസിനെ അട്രാക്ട് ചെയ്യുന്ന സിനിമകളാണ് ഇനി വരാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ഈ അടുത്തതായി ഇറങ്ങാൻ പോകുന്നത് വിനീത് കുമാർ സംവിധാനം ചെയ്യുന്ന ദിലീപിന്റെ 149ാമത് ചിത്രമാണ്. ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഉടനെ തന്നെ റിലീസ് ചെയ്യുമെന്നാണ് അണിയർ പ്രവർത്തകർ അറിയിച്ചത്. അതിനുശേഷം ഏറ്റവും ഹിറ്റ് കൂട്ടുകെട്ടായ റാഫി ദിലീപ് കൂട്ടുകെട്ടിൽ ഒരു സിനിമ വരാൻ പോകുന്നു. ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ മമത മോഹൻദാസും ദിലീപും അതേപോലെ തന്നെ നൈല ഉഷയുമാണ് പ്രധാന കഥാപാത്രമായി വരുന്നത്. ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് റാഫിയുടെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായ സജി എന്നതാണ്. ഈ സിനിമയുടെ ടൈറ്റിലായി കൊടുത്തിരിക്കുന്നത് ഹി ആൻഡ് ഷീ എന്നാണ്. ഒരു 2 കൺട്രീസ് പോലെ ഒരു സിനിമ നമ്മുടെ ഇടയിലേക്ക് തന്നെ വരട്ടെ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ദിലീപിന്റെ ഈ അടുത്തായി ഇറങ്ങിയ സിനിമകൾ വൻ പരാജയമായിരുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ദിലീപ് അരുൺ ഗോപി കൂട്ടുകെട്ടിൽ ഇറങ്ങിയ ബാൻഡ്ര എന്ന സിനിമ. ഈ സിനിമയുടെ OTT അവകാശങ്ങൾ പോലും വാങ്ങിക്കാൻ ആളില്ല എന്നാണ് കേൾക്കുന്നത്. സിനിമ ഉടനെ തന്നെ OTT വരട്ടെ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതേപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ നമ്മൾ ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. താങ്ക്